ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. 1/4 കപ്പ് റവയും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചേരയും വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കൊരു 5-10 മിനിറ്റ് മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഗ്രനാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും ചേർക്കുക. ഞാനൊരു വലിയ ഉള്ളിയാണ് നല്ലപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി തുടങ്ങുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂണിലാണ് അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചുള്ള പൊടികളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചതോ അല്ലെങ്കിൽ എഗ്ഗൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ചിക്കനും കൂടിയൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇത് നല്ലപോലെ മൂത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് വറുത്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് റവയൊക്കെ ഒന്ന് നല്ലൊന്ന് ചൂടായിട്ട് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. അപ്പം നല്ലപോലെ ഒടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് നമുക്ക് മസാലയിലെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. കുറച്ചൊക്കെ പൊട്ടാറ്റോ ഉടയാനുണ്ടെങ്കിൽ ഒന്ന് ഒടിച്ചിട്ടും കൂടി എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറിയൊരു കോട്ടിങ് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ ഞാൻ കുറച്ച് ബ്രെഡും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ മസാല ഒരു ബോൾസ് ആക്കിയിട്ട് മാറ്റണം, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. വെറൈറ്റി ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം. ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാം ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അടിയിൽ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതിന് ശേഷം മാത്രം നമ്മൾ ബോൾസ് ഇത് അതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ സുഖമാണ്, നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ടിങ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലതായിരിക്കും, ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇത് നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഉള്ളിൽ റവയും കൂടി ആ മസാലേൻ്റെ കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.